Display the position of the sun at any daytime of 25th December 2023 with the help of SunClock software. Take a screenshot and save it in the Exantine folder in Home with your register number _ question number as the file name. Hint: display the time zone map on the SunClock software and select any Indian city. Make suitable changes in the progress value and adjust the date. Show the sun on the map. Display the main latitudinal lines. Press the print screen key on the keyboard to take a screenshot. Copy the screenshot file from the pictures folder and paste it into the Exantine folder in Home. Rename the file as instructed. അതായത് 2023 ഡിസംബർ 25 പകൽ സമയത്തെ സൂര്യൻ്റെ സ്ഥാനം പ്രദർശിപ്പിക്കുക എന്നതാണ്. സൂചനകൾ: സമയമേഖലാ മാപ്പ് അടയാളപ്പെടുത്തുക, ഏതെങ്കിലും ഒരു ഇന്ത്യൻ സിറ്റി അടയാളപ്പെടുത്തുക, പ്രോഗ്രസ് വാല്യൂവിൽ വേണ്ട ക്രമീകരണങ്ങൾ നടത്തുക, സൂര്യനെ ദൃശ്യമാക്കുക, പ്രധാന അക്ഷാംശ രേഖകൾ ദൃശ്യമാക്കുക. നമുക്ക് സൺക്ലോക്ക് തുറന്ന് ഈ പ്രവർത്തനങ്ങൾ നടത്താം. എഡ്യൂക്കേഷൻ, സൺക്ലോക്ക്. ടൂൾ ബോക്സ് കാണുന്നതിന് വേണ്ടി വിൻഡോയിൽ എവിടെയെങ്കിലും ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. വിൻഡോ മാക്സിമൈസ് ചെയ്യുന്നു. ഇനി സമയമേഖലാ ഭൂപടം ദൃശ്യമാക്കണം. അതിനിവിടെ എക്സ്ക്ലമേറ്ററി മാർക്ക് അഥവാ ആശ്ചര്യചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്തപ്പോൾ സമയമേഖലാ ഭൂപടം ദൃശ്യമായി കഴിഞ്ഞു. ഇന്നത്തെ ഡേറ്റ് ഇവിടെ നോക്കുക. ജനുവരി 30, 2024 ഡിസംബർ 25, 2023 നമുക്ക് വേണ്ടത്. അത് കിട്ടണമെങ്കിൽ ഒരു മാസം പിന്നിലേക്ക് പോകണം. അതനുസരിച്ച് പ്രോഗ്രസ് വാല്യൂവിന് വ്യത്യാസം വരുത്തണം. ഏതെങ്കിലും ഒരു ഇന്ത്യൻ സിറ്റി സെലക്ട് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ഇന്ത്യൻ സിറ്റി സെലക്ട് ചെയ്യാം. ഇവിടെ ന്യൂഡൽഹി സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ അതിൻ്റെ പേര് ദൃശ്യമായിട്ടുണ്ട്. സമയവും പകൽ സമയം തന്നെയാണ്. ഇനി ഡേറ്റ് ക്രമീകരിക്കണം. നമുക്ക് 2023 ഡിസംബറിലേക്ക് പോകണം. 2024 ജനുവരി 30 ഇവിടെ. അപ്പോൾ ഒരു മാസം പിന്നിലേക്ക് പോകണം. അതുകൊണ്ട് ജി ടൂളിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം പ്രോഗ്രസ് വാല്യൂ ക്രമീകരിക്കുക. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 അവർ എന്നായി, 1 ഡേ ആയി, 7 ഡേയ്സ് ആയി. ഒന്നുകൂടി ക്ലിക്ക് ചെയ്തപ്പോൾ 30 ദിവസങ്ങളായി. ഇനി നമുക്ക് 30 ദിവസം പിന്നിലേക്ക് പോകാം. അതിന് ബി ടൂൾ ഉപയോഗിക്കാം. ഒന്നിവിടെ ക്ലിക്ക് ചെയ്യുന്നു. 2023 ഡിസംബർ 31 6 ദിവസങ്ങൾ കൂടി പിന്നിലേക്ക് പോകണം. അതിനനുസരിച്ച് പ്രോഗ്രസ് വാല്യൂവിൽ മാറ്റം വരുത്തി 1 ഡേ എന്നാക്കുക. 1 ഡേ ആകുന്നതുവരെ ജിയിൽ ക്ലിക്ക് ചെയ്യുക. 1 ഡേ ആയി. ഇനി ബിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഡേറ്റ് 30 ആയി. വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ 25 വരെ ക്ലിക്ക് ചെയ്യുക. 27, 26, 25. 25 തന്നെയാണ് നമുക്ക് വേണ്ട ഡേറ്റ്. 25 ഡിസംബർ 2023 ഡിസംബർ 25 ആയി കഴിഞ്ഞു. അടുത്തത് ഷോ ദ സൺ ഓൺ ദി മാപ്പ്. സൂര്യനെ ദൃശ്യമാക്കുക. അതിനുള്ള ടൂൾ വൈ ടൂളാണ്. അതുകൊണ്ട് വൈയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സൂര്യൻ ദൃശ്യമായിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. അക്ഷാംശരേഖകളെ ദൃശ്യമാക്കണം. അത് ചെയ്യുവാനായി ടൂൾ ബോക്സിലെ ടി എന്ന ടൂളാണ് ഉപയോഗിക്കുന്നത്. ടിയിൽ ക്ലിക്ക് ചെയ്തു. പ്രധാന അക്ഷാംശരേഖകൾ ദൃശ്യമായി കഴിഞ്ഞു. ഇനി പ്രിൻ്റ് സ്ക്രീൻ കീ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. പ്രിൻ്റ് സ്ക്രീൻ കീയിൽ പ്രസ് ചെയ്യുന്നു. പിക്ചേഴ്സ് ഫോൾഡറിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടാകും. പിക്ചേഴ്സ് തുറക്കുന്നു. സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അവസാനം കാണുന്നതായിരിക്കും നമ്മളെടുത്ത സ്ക്രീൻഷോട്ട്. ഇനി ആ സ്ക്രീൻഷോട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തു. എക്സാണ്ടനിലേക്ക് അത് പേസ്റ്റ് ചെയ്യണം. ഹോമിലെ എക്സാണ്ടൻ തുറക്കുന്നു. ഇതിലേക്ക് അത് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തു. ഇനി ഇത് റീനെയിം ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീനെയിം എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. ഇനി റീനെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇത് തുറന്നിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെക്കാം. എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും ആവാം. ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു.